ഹായ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പഠിച്ചായിരുന്നു. സോ നിങ്ങളെല്ലാവരും അത് ചെയ്ത് നോക്കിയെന്ന് വിശ്വസിക്കുന്നു. ഈ സീരീസിൽ നിങ്ങൾക്ക് മാക്സിമം ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അതുപോലെ ഫോളോ ചെയ്ത് നിങ്ങളും അതിൻ്റെ കൂടെ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സീരീസിൻ്റെ മാക്സിമം ഗുണം ലഭിക്കത്തുള്ളൂ. സോ അതൊരിക്കലും നിങ്ങൾ മറക്കരുത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. എങ്ങനെ ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുക ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫൈനാൻസ്, വേൺ സ്റ്റാക്ക് ടെസ്റ്റിംഗ്, ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ വീഡിയോയിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഈ ചാനലിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് നിങ്ങളെ ഫ്രഷർ ആണെങ്കിലും കരിയർ ഗ്യാപ്പ് ഉള്ളവർക്ക് നിങ്ങൾക്ക് ഒരു ടെക്നോളജി ജോബ് ചെയ്യാൻ എനേബിൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ ഐ എം സാഹിർ. വെൽക്കം ടു ദി ന്യൂ വീഡിയോ ലേണിംഗ്. ജസ്റ്റ് ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് കൊടുത്താൽ മതി, അത് ഓക്കെ ആവും. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ പേജ് ഒരു യൂസർ കാണുന്നത്. ഇപ്പം നമ്മൾ അതിനകത്ത് എഡിറ്റോ മറ്റു കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ജസ്റ്റ് നിങ്ങളിത് സാമ്പിൾ പേജ് ഇങ്ങനെയായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യണത്, നിങ്ങളുടെ വെബ്സൈറ്റ് ഒരു യൂസർ കാണുന്നത്. ഓക്കെ, അഡ്മിൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുന്നത്. ഇതാണ് നമ്മുടെ അഡ്മിൻ പാനൽ. ഇതിനകത്തു നിന്നാണ് നമുക്ക് ബേസിക്കലി പറഞ്ഞാൽ നമ്മുടെ ബാക്ക് എൻഡ് ആണെന്നും പറയാം. ഇതിനകത്ത് നമ്മൾ വരുത്തുന്ന എഡിറ്റ് ചേഞ്ചസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ യൂസർ കാണുന്നത്. ഓക്കെ, നമുക്ക് വേർഡ്പ്രസിൻ്റെ എൻവയോൺമെൻറ്റ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഡാഷ്ബോർഡിനകത്ത് വരുന്നതാണ് ഹോം അപ്ഡേറ്റ്സും. ഈ ഹോമിനകത്താണ് നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ചുള്ള ജനറൽ ഇൻഫർമേഷൻസ് ഇതിനകത്തുള്ളത്. നമുക്ക് എത്ര പേജസ് ഉണ്ട്, നമ്മുടെ വെബ്സൈറ്റ് ഹെൽത്തി ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബാക്കി ഡീറ്റെയിൽസ്, നമ്മുടെ ജനറൽ ഇൻഫർമേഷനൊക്കെ നമ്മുടെ ഹോമിനകത്തായിരിക്കും വരുന്നത്. അതേപോലെ അപ്ഡേറ്റ്സിനകത്ത് വരുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന എന്തെങ്കിലും പ്ലഗിൻസിനോ അല്ലെങ്കിൽ തന്നെ നമ്മുടെ വേർഡ്പ്രസ്സിന് തന്നെയോ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും. നമ്മുടെ തീമിന് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്ഡേറ്റ്സിനകത്ത് വരുന്നത്. ഇത് പോസ്റ്റ്. ഈ പോസ്റ്റിനകത്ത് വരുന്നത് നമ്മൾ നമ്മുടെ പേജസിലിടുന്ന ബ്ലോഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ പേജസിനകത്ത് ഇടുന്ന പോസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പോസ്റ്റിനകത്ത് വരുന്നത്. ഇനി അടുത്ത് വരുന്ന സെക്ഷനാണ് മീഡിയ എന്ന് പറയുന്നത്. ഈ മീഡിയാസിനകത്ത് വരുന്നത് നമ്മുടെ വെബ്സൈറ്റിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഇമേജസ്, ഫോട്ടോസ്, വീഡിയോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് മീഡിയാസിനകത്താണ്. അടുത്ത് വരുന്നത് പേജസ്. നമുക്കിത് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് ഹോം പേജ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എബൌട്ട് പേജ്, നമ്മുടെ കോൺടാക്ട് പേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പേജസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് പേജസ് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത് വരുന്നതാണ് കമൻറ്റ്സ്. നമ്മുടെ ഏതെങ്കിലും പോസ്റ്റിന് ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും യൂസർ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ക്വറിക്ക് ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കമൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അടുത്ത് വരുന്നത് അപ്പിയറൻസ്. ഈ അപ്പിയറൻസിനകത്താണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. കാരണം ഒരു യൂസർ നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെ കാണുന്നു, ഇപ്പം അട്രാക്റ്റീവ് ആണോ, നമ്മുടെ പേജ് എങ്ങനെ ഇരിക്കുന്നു, പേജിൽ എന്തൊക്കെയുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അപ്പിയറൻസിനകത്താണ്. ഓക്കെ, ഈ തീം മാറ്റുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അടുത്ത് വരുന്നതാണ് പ്ലഗിൻസ്. ഈ പ്ലഗിൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മിനി സോഫ്റ്റ്വെയർസ് എന്ന് പറയാം. അതായത് നമ്മൾ ചെയ്യേണ്ട ടാസ്ക് ഒന്ന് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്ന് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന മിനി സോഫ്റ്റ്വെയർസാണ് പ്ലഗിൻസ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് യൂസേഴ്സാണ്. യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് കൺട്രോൾ ചെയ്യാൻ നമുക്കൊരു അഡ്മിനെയോ അല്ലെങ്കിൽ ഒരു മാനേജറെയോ, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പൊസിഷൻ ആഡ് ചെയ്യാം. ഇപ്പോൾ അവർക്ക് അവരുടെ ജോബ് റോള് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് യൂസേഴ്സിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത് വരുന്നതാണ് ടൂൾസ്. ഈ ടൂൾസിനകത്ത് നമ്മുടെ വേർഡ്പ്രസിൻ്റെ എല്ലാ ടൂൾസും നമ്മുടെ ടൂൾസിനകത്താണ് വരുന്നത്. ഇപ്പം നമ്മുടെ തീം ഫയൽ എഡിറ്റർ ആയാലും, നമ്മുടെ പ്ലഗിൻ്റെ എഡിറ്റർ ആയാലും, അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ എക്സ്പോർട്ട് ചെയ്യുന്ന, പേഴ്സണൽ ഡേറ്റ എക്സ്പോർട്ട് ചെയ്യുന്ന, ഇറേസ് ചെയ്യുന്ന, അങ്ങനെയുള്ള എല്ലാ ടൂൾസും നമ്മുടെ ടൂൾസിനകത്താണ് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത് വരുന്ന സെക്ഷനാണ് സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഈ സെറ്റിങ്സിനകത്താണ് നമുക്ക് നമ്മുടെ പേജിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈറ്റ് ടൈറ്റിൽ മാറ്റാം, അല്ലെങ്കിൽ ടാഗ് ലൈൻ മാറ്റാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല നമുക്ക് നമ്മുടെ പേജ് ഒന്ന് മാറ്റി കൊടുക്കണം, നമ്മുടെ പേജ് ഒന്ന് സെലക്ട് ചെയ്ത് ഒരു സ്റ്റാറ്റിക് പേജ് ആക്കി കൊടുക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റിങ്സിനകത്താണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.